40 വർഷത്തിലേറെ പഴക്കമുള്ള കരിമ്പം പാലം ബലപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി. പാലം ബലപ്പെടുത്തുന്നതിന് 2023 മെയ് മാസത്തിൽ 20 ലക്ഷത്തിന്റെ ടെൻഡർ ആയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ കരിമ്പം തോടിനു കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ സ്പാനുകളുടെ സംരക്ഷണ ഭിത്തി തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന്റെ ഗുഡ് ബുക്കിലുണ്ടായിരുന്ന കരിമ്പം പാലത്തിന്റെ സ്പാനുകളുടെ സംരക്ഷണ ഭിത്തി തകർന്നത് ആദ്യം കണ്ടത് 2017 ഒരു വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം വറ്റിയ സമയം മീൻ പിടിക്കാനെത്തിയ നാട്ടുകാരാണ്. സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്ത് കൂടി അകത്ത് കയറിയാൽ നിവർന്നു നിൽക്കാവുന്ന സ്ഥലമുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. തുടർന്ന് ഇത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും PWD അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പാലത്തിന് 2 സ്പാനുകളാണ് ഉള്ളത്. രണ്ടിന്റെയും സംരക്ഷണ ഭിത്തി തകർന്നത് സ്പാനുകളുടെ ആയുസ് കുറയ്ക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. പാലത്തിന്റെ സമീപത്തായി വാട്ടർ അതോറിറ്റിയുടെ തടയണയുള്ളതിനാൽ വേനൽക്കാലത്ത് 15 അടിയോളം വെള്ളം കെട്ടി നിർത്താറുണ്ട്. സംസ്ഥാന പാത 36 കൂടി ദിനംപ്രതി ആയിരക്കണക്കിന് ചരക്ക് വാഹനങ്ങളും യാത്രാവാഹനങ്ങളുമാണ് കടന്നുപോകുന്നത്. വെള്ളം വറ്റിയ സമയത്തു മാത്രമേ ബലപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സാധ്യമാവുകയുള്ളൂ. 2017 പരിശോധന നടത്തിയെങ്കിലും 2023 MP ഗോവിന്ദൻ MLA ആണ് പാലം നവീകരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത്. 2023 മെയ് മാസത്തിൽ 20 ലക്ഷത്തിന്റെ ടെൻഡറായത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതോടെ അറിഞ്ഞിരുന്നുവെന്നും എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പാലത്തിന് സമീപം VCB ഉപയോഗിച്ച് വേനൽക്കാലത്ത് തോട്ടിൽ വെള്ളം സംഭരിക്കാറുണ്ട്. പാലത്തിന് സമീപം 10 അടിയിലേറെ ഉയരത്തിൽ വെള്ളമുയരുന്നത് ബലപ്പെടുത്തൽ പ്രവൃത്തിക്ക് തടസ്സമാണ്. ഇത്തവണ VCB അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വെള്ളം തടഞ്ഞു നിർത്താൻ സാധ്യത കുറവാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തി മഴക്കാലം എത്തുന്നതിന് മുൻപായി പാലം ബലപ്പെടുത്താൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പിന്നെ ഒരു 20 ലക്ഷം രൂപ അന്ന് ചെലവഴിക്കാൻ വേണ്ടി അവിടെ ടെൻഡർ ആയി എന്നാണ് അന്നത്തെ PWD ഓഫീസറെ വിളിച്ചപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റിയത്. അന്നും ഇന്നും ആ 20 ലക്ഷം രൂപ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ പാലത്തിന്റെ അടിയിൽ ഇപ്പോൾ ബീമുണ്ടോ, അല്ലെങ്കിൽ പാലം നമ്മളിപ്പോൾ പോകുമ്പോൾ കാണുന്നതല്ല, അതിനിടയിലുള്ള തൂണ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ല. എത്രയും പെട്ടെന്ന് ആ പാലം സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷം തന്നെ ആ പാലത്തിന്റെ അധോഗതി വെള്ളിയാഴ്ചയും ആകുമെന്നതിന്റെ കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.